ഹായ് വെൽക്കം ടു സീറോ ടു ഹീറോ. എൻ്റെ കാര്യം തന്നെ എടുക്കാം. ഞാൻ ആദ്യം കാബേജ് കഴിക്കാത്ത ഒരാളെ ഇനിട്ടോ എനിക്കിഷ്ടല്ല അതന്നെ. പക്ഷെ ഈ രീതിയിൽ വെക്കൽ തുടങ്ങിയ പിന്നെ കാബേജ് കഴിക്കാനും തുടങ്ങി. എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണേനും കാബേജ്. അപ്പം എങ്ങനെയാ തയ്യാറാക്കാൻ നോക്കിയാലോ. അപ്പോൾ കാബേജ് ഇതുപോലെ നീളത്തിലോ കൊത്തിയോ എങ്ങനെ അങ്ങോട്ട് അരിഞ്ഞെടുത്തോളി. ഞാനിവിടെ അതേപോലത്തെ ഒരു ഉരുളിച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചോളി. കൂടെ 1 ടീസ്പൂൺ കടുകും. പൊട്ടാൻ തുടങ്ങിയാൽ പിന്നെ എന്ത് ചേർക്കുക? ഉലുവ അധികം ഒന്നും വേണ്ട കേട്ടോ. 1/4 ടീസ്പൂൺ ഒക്കെ മതിയാകും. ഇവർ രണ്ടാളും കൂടി കടി കൂടി പൊട്ടിത്തെറിച്ചിങ്ങോട്ട് വരുമ്പോൾ പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉഴുന്നും കൂടി. ഉഴുന്നിൻ്റെ കളറൊന്ന് മാറണം കേട്ടോ. ഇതുപോലെ ഒന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞു വെച്ചിട്ടുള്ള കാബേജ് ചേർക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ഒരു ചെറിയ കാബേജ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ആദ്യമൊക്കെ ഒരു കാബേജ് ഇടുന്ന പകുതി വെച്ചാൽ തന്നെ ബാക്കി കാരം. വെപ്പിന്റെ രീതി ഒന്ന് മാറ്റിയപ്പോൾ ഒരു ഫുൾ കാബേജ് ഇവിടെ വെച്ചാൽ ഒരു തുള്ളി പോലും ബാക്കി ഉണ്ടാവില്ല. പിന്നെ അതിലേക്ക് കറിവേപ്പ്, അതുപോലെ 1/2 സവാള ചോപ്പ് ചെയ്തത്, പിന്നെ ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, പിന്നെ അതിലേക്ക് ആവശ്യം തേങ്ങയാണ്. ഒരു 1/2 കപ്പ് തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. കാരണം ഒരു ഫുൾ കാബേജ് ഇതുണ്ട്. ഇത് മിക്സിയിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അതുപോലെയാണ് ചിരണ്ടി ചേർത്തേക്കാണ്. പിന്നെ അതിലേക്ക് മുളക്. ഇത് ഇവിടെ ഉണ്ടായ നല്ല കാന്താരി മുളകാണ്, നല്ല എരിവാട്ടോ. അപ്പം അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായി തിരിച്ചു മറിച്ചങ്ങോട്ട് ഇളക്കി ഇങ്ങോട്ട് യോജിപ്പിച്ചു കൊടുത്തോളി. ഇതുപോലെ വെക്കൽ തുടങ്ങിയിട്ട് എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണ്, മറ്റു കറികളൊക്കെ ഒഴിക്കണ്, കൂട്ടത്തിൽ കാബേജ് ഇടണ്. മക്കള് ഇന്ന് കാബേജ് നല്ല രസമുണ്ട്, എനിക്ക് കുറച്ചും കൂടി ഇട്ടരുമച്ചിയെ. അതാണ് പറഞ്ഞത്, മാറ്റം അത് ഉറപ്പാണ്. കാബേജ് കഴിക്കാത്തോലും കഴിച്ചു തുടങ്ങുമെന്ന് ഞാൻ ആദ്യേ പറഞ്ഞില്ലേ. മക്കൾക്ക് വരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക, അടച്ചു വെക്കുക, ഇളക്കി കൊടുക്കുക, അടച്ചു വെക്കുക. ഇങ്ങനെ കാബേജിന് നല്ല വേഗമൊന്നുമില്ല കേട്ടോ. എളുപ്പം വെന്ത് കിട്ടുന്ന സാധനമാണ്. പിന്നെ അതിലേക്ക് ചേർക്കേണ്ട മറ്റൊരു സാധനമാണ് ഇഞ്ചി. ഇഞ്ചി ചേർത്ത ആ ഒരു ടേസ്റ്റ് വേറെ തന്നെ. ഇതിപ്പോൾ ഒരു പകുതി വേഗമാകുമ്പോഴാട്ടാൻ ചേർത്ത് കൊടുക്കണത്. ചെറുതായി കൊത്തി അരിഞ്ഞിട്ട് ടിക്കാൻ കിട്ടരുത്. ആ രീതിയിൽ ഇങ്ങോട്ട് കൊത്തി അരിഞ്ഞിട്ട് എന്ത് ചെയ്യുക, കുറച്ച് ഇഞ്ചി കുറച്ച് മതിയാകും. ഇഞ്ചിയും കൂടി ചേർത്ത് ഇതുപോലെ അടച്ചു വെച്ച് നന്നായിട്ട് ഇങ്ങോട്ട് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനൊന്നും മറക്കരുത്. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.